ഞാൻ തൃശ്ശൂരുകാരനാണ്. ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് ഏത് ചടങ്ങ് കഴിഞ്ഞാലും ഒരു വെടിക്കെട്ട് ആവശ്യമാണ്. വെടിക്കെട്ടില്ലാത്ത കേസുകൾ നമ്മൾ എടുക്കൂല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ സെഷൻ്റെ വെടിക്കെട്ട് തുടങ്ങാൻ പോവുകയാണ്. വെടിക്കെട്ടുകാരനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനു മുൻപ് അദ്ദേഹത്തിനെ ചെറുതായിട്ടൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം അഫ്താബ് ഷൗക്കത്ത് PV, Chairman EC, Chairman Kinley, CEO Benchmark International School, CEO PVR Knowledge Hub, former CEO PVR Developers, Director YouTube channel. He's a winner of Radio Mirchi Planet M Talent Hunt, Young Entrepreneurship Award 2013 winner. പോരെ, ഇത്രയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഗൂഗിളിനൊക്കെ ചില പരിമിതികളുണ്ടല്ലോ. ഇദ്ദേഹത്തിൻ്റെ ടോപ്പിക് അതിനേക്കാൾ വലിയ സംഭവമാണ്, മിത്സ് ഓഫ് എൻ്റർപ്രണേഴ്സ് ഇൻ മലബാർ. അതിനേക്കാൾ നല്ലത് ഇത്രയും കൂടി നമുക്ക് മനസ്സിലാവാനുള്ള ഭാഷയിൽ ഇത്രയും കൂടി അതിനൊരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്കെന്താ പറ്റൂലേ? നമുക്കെന്താ പറ്റൂലേ? പ്ലീസ് സർ, ബി ഓൺ ദ സ്റ്റേജ്. Assalamu alaikum. Namaskaram. Good evening, Fox. It will be a power pack performance. അതിൻ്റെ അകത്ത് 4 റൂൾസ് ഉണ്ട്. ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുക, കൈയടിക്കാൻ തോന്നുമ്പോൾ കൈയടിക്കുക, കരയാൻ തോന്നുമ്പോൾ കരയുക, കൂക്കാൻ തോന്നുമ്പോൾ കൂക്കുക. ഈ 4 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ എന്തായാലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയുക. Are you ready? Okay, thank you. നമ്മൾ മലബാർ എന്ന് കുറേ കാലമായിട്ട് കേൾക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ പേരെന്നെ മലബാർ ഓൺട്രപ്രണൽ സമ്മിറ്റ് എന്നാണ്. മലബാർ എന്നുള്ള വാക്ക് എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? 1792 കാലഘട്ടത്തിൽ ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം യൂറോപ്യൻസ് അഥവാ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ നാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി ഏറ്റെടുത്തതിന് ശേഷം മല എന്ന് പറയുന്ന ഹിൽ, ഒരു ദ്രാവിഡിയൻ നെയിം, മലപ്പുറം റീജിയൻ, ഇത് രണ്ടും കൂടി ചേർത്ത് മലപ്പുറം എന്നുള്ള വാക്കിനെ വെസ്റ്റേണൈസ് ചെയ്തതാണ് മലബാർ എന്ന് പറയുന്നത്. മലപ്പുറത്തുകാർക്ക് അഭിമാനം ഉണ്ടോ ഇല്ലേ? അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. മദ്രാസ് പ്രസിഡൻസിയുടെ കാലിക്കറ്റ് തലസ്ഥാനമായിരുന്ന നഗരത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വ്യത്യസ്ത ജില്ലകളാക്കി. മലബാറിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നതാണ് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്. പാലക്കാട് ജില്ലയിൽ നിന്ന് ചിറ്റൂരും അതുപോലെ തന്നെ ആലത്തൂരും ഒഴിവാണ് മലബാർ എന്ന് പറഞ്ഞ ഏരിയയിൽ. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ചാവക്കാട് താലൂക്കും നമ്മുടെ ഭാഗമാണ്. ഇതാണ് നമ്മൾ പറയുന്ന മലബാർ. ഈ മലബാറുകാർക്ക് കുറേ പ്രത്യേകതകളുണ്ട്. കച്ചവടം അഥവാ ബിസിനസ് നമ്മളുടെ DNA-യിലുണ്ട്. എന്താ കാരണം അറിയോ? പണ്ട് ഇവിടെ പോർച്ചുഗീസുകാർ വന്നിരുന്നു, അറബ്സ് വന്നിരുന്നു, അവരായിട്ടൊക്കെ ട്രേഡൊക്കെ ചെയ്തിട്ട് അത് നമ്മളെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് ബിസിനസ്. ആണോ അല്ലേ? വളരെ സിമ്പിളായിട്ട് എക്സാമ്പിൾ ആണ്. തിരുവനന്തപുരത്ത് പോയിട്ട് നമ്മൾ ഒരാളോട് ചോദിക്കുക, എന്താ ചെയ്യണേ? ഞാൻ 25 വർഷമായിട്ടൊരു അധ്യാപകനാണ്. വേറെ എന്തെങ്കിലും ഇല്ല. പിന്നെ കുറച്ച് നടന്നു പോയിട്ട് വേറൊരാളോട് നമ്മൾ ചോദിക്കുക, സാർ എന്താ പരിപാടി? ഞാൻ കളക്ടറേറ്റിൽ ജോലി ചെയ്യാണ്. എത്ര വർഷമായി? 15 വർഷമായി. വേറെ എന്തെങ്കിലോ? നമ്മളെ നാട്ടിൽ ഒരാളോട് നടന്നു പോകുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ, മലപ്പുറത്ത് സാർ, ഇവിടെ കുറേ മലപ്പുറത്തുകാരല്ലാത്ത ആളുകളുണ്ട്, നടന്നു പോകുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അധ്യാപകനെ കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പരിപാടി? ടീച്ചറാണ്, കൂടെ കുറച്ച് ഭൂമി കച്ചവടവും വണ്ടി കച്ചവടവും ഒക്കെ ഉണ്ട് അറിയാം. കാരണം ഇവിടെ ഭൂമി കച്ചവടം വണ്ടി കച്ചവടം ഇല്ലാത്ത ആൾക്കാരില്ല. നമ്മൾ ബോൺ ഓൺട്രപ്രണേഴ്സ് ആണ്. ദാറ്റ്സ് വാട്ട് ഫസ്റ്റ് യു വാണ്ട് ടു റിയലൈസ്. ആണോ അല്ലേ? നമ്മൾ ബോൺ ഓൺട്രപ്രണേഴ്സ് ആണോ? ഇവിടെ ഭൂമി കച്ചവടം വണ്ടി കച്ചവടം ഇല്ലാത്ത ആരല്ല? ഒന്ന് കൈ നോക്കിയാണ്. എങ്ങനെയെങ്കിലും ഒരു വണ്ടി കച്ചവടം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഭൂമി കച്ചവടം ചെയ്തിട്ടുണ്ട്. വി ആർ ദ ബോൺ ഓൺട്രപ്രണേഴ്സ്. ശരിക്കും നമ്മൾ ഒരു ഓൺട്രപ്രണേഴ്സ് ആണ്. കഴിവുണ്ട്. എപ്പോഴും കച്ചവടത്തിന് മാത്രം ചിന്തിക്കുന്ന വലിയൊരു സമൂഹമാണ്. വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, നോളജ് ഉണ്ട്, എല്ലാ സംഗതികളുണ്ട്. ബട്ട് വൈ വി കാൻറ്റ് ബി ഗ്ലോബൽ? അത്യാവശ്യ സൗകര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എന്ത് ഗ്ലോബൽ ബ്രാൻഡ്സ് ഉണ്ടാക്കിക്കൂടെ? ഗ്ലോബൽ കമ്പനീസ് ഉണ്ടാക്കിക്കൂടെ? There are certain myths which stop us being global. ചില മിത്ത്
മിത്തുകളുണ്ട്. ആ മിത്ത് എന്ന് പറയുന്ന വാക്കിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് കാണാം. മിത്ത് എന്ന് പറഞ്ഞാൽ പഴയ കെട്ടുകഥകൾ, പഴയ കാര്യങ്ങൾ, അതൊരു തരം മിത്ത്. രണ്ട്, ഫോൾസ് ബിലീഫ്, തെറ്റായ ധാരണകൾ. നമ്മുടെ കച്ചവടക്കാർക്കിടയിൽ, നമ്മൾക്കിടയിൽ, നമ്മൾ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന, നമ്മുടെ പാരമ്പര്യത്തിൽ അലിഞ്ഞു ചേർന്ന കുറെ മിഥ്യയായ ധാരണകളുണ്ട്, അല്ലെങ്കിൽ തെറ്റായ ധാരണകളുണ്ട്. അത് തിരുത്തി കുറിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ മിത്സ്. ഓക്കെ, ഞാൻ പറയുന്നത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ, നമ്മൾ കൂടെ നിന്നാൽ, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. നമുക്ക് എന്താ പറ്റൂലേ? പറ്റൂലേ? പറ്റും. ലെറ്റ്സ് സ്റ്റാർട്ട് ദ പ്രസന്റേഷൻ ദെൻ. ആദ്യത്തത് കെട്ടിപ്പിടുത്തം. പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ ഓർമ്മ വന്നത്? കിസ് ഓഫ് ലവ്. വേറെ കെട്ടിപ്പിടുത്തം. കെട്ടിപ്പിടുത്തം എന്ന് പറയുന്ന സംഭവം, നമ്മൾ ബിസിനസ്സിനെ കെട്ടിപ്പിടിക്കുന്ന ഒരാൾക്കാരാണ് നമ്മൾ. ഞാൻ അല്ലെങ്കിൽ ശരിയാവില്ല. ഷട്ടർ തുറക്കുന്ന ഞാനാണ്, ഷട്ടർ താത്തുന്ന ഞാനാണ്, കണക്ക് കൂട്ടുന്ന ഞാനാണ്. ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പൂട്ടി ഷട്ടർ ഇട്ട് വരുമ്പോൾ തുറന്ന് എല്ലാത്തിനും ഞാൻ വേണം, ഞാൻ വേണം, ഞാൻ വേണം, ഞാൻ വേണം, ഞാൻ വേണം എന്നുള്ളൊരു ഫീലിങ്ങോട് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. വേറെ വിശ്വാസമല്ല, വേറെ കൊടുക്കാൻ പറ്റില്ല, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ആണോ അല്ലേ? ഞാൻ അല്ലെങ്കിൽ ശരിയാവില്ല. ഓർത്തോ, ഞാനില്ലെങ്കിലാണ് ആ ബിസിനസ് ശരിക്കും നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നോ, അന്ന് നിങ്ങളുടെ ബിസിനസ് ഇറ്റ് വിൽ എക്സ്പ്ലോഡ്, ഇറ്റ് വിൽ ക്രോസ് ദ ബൗണ്ടറീസ്, ഇറ്റ് വിൽ ബി എ ഗ്ലോബൽ കമ്പനി. ആം ഐ റൈറ്റ്? ഏറ്റവും വലിയ എക്സാമ്പിൾ, കെട്ടിപ്പിടുത്തത്തിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നാടൻ പറയുന്നത് മലബാർ ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സ്. നമ്മൾ നെഞ്ചിലേറ്റി നടക്കുന്ന, നമ്മുടെ നാടിന്റെ പേര് നെഞ്ചിലേറ്റിക്കൊണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 20-21 വർഷം കൊണ്ട് മലബാർ ഗോൾഡ് അഹമ്മദ് ക 135 ബ്രാഞ്ചുകളാണ് തുറന്നിട്ടുള്ളത്. 135 ബ്രാഞ്ച്. ഒരു ഫുഡ് ഔട്ട്ലെറ്റ്സിന് 50 അല്ലെങ്കിൽ 10,000-20,000 ഫുഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ടാക്കുന്നത് പോലെയാണ് മലബാർ ഗോൾഡ് അഹമ്മദ് ക 135 ഗോൾഡ് ജ്വല്ലറി ഷോറൂംസ്. ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ എല്ലാ 135 ബ്രാഞ്ചുകളും മലബാർ ഗോൾഡ് അഹമ്മദ് കെട്ടിപ്പിടിക്കാൻ വിചാരിച്ച എന്ത് സംഭവിക്കും? ഞാൻ തന്നെ ഷട്ടർ ഇടുക, ഞാൻ തന്നെ പൊക്കുക ആവുമ്പൊക്കെ വിചാരിച്ച് മലബാർ ഗോൾഡ് ഉണ്ടാവുമല്ലേ? നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമല്ലേ? 135 ബ്രാഞ്ചസ് ഉണ്ട്. അവരുടെ ഫസ്റ്റ് വെബ് പേജിൽ പോകുമ്പോൾ പ്യൂരിറ്റി എന്നുള്ള വാക്കിനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഗതി. അവർ 3 USP പറയുന്നു മലബാർ ഗോൾഡിനെ വ്യത്യസ്തമാക്കുന്ന. ബൈ ബാക്ക് ഗ്യാരണ്ടി, ഫ്രീ മെയിൻ്റെനൻസ്, 1 year ഫ്രീ ഇൻഷുറൻസ് കവറേജ്. അത് വിചാരിച്ച് നാളെ കള്ളന്മാർ ഇത് കേട്ടിട്ട് നാളെ പോയിട്ട് സ്വർണം വാങ്ങി കളഞ്ഞിട്ട് തിരിച്ചു അങ്ങോട്ട് ചെല്ലണമെങ്കിൽ, ഞാൻ വെബ്സൈറ്റ് വായിച്ചപ്പോൾ കേട്ടതാണ് കേട്ടോ ഈ വിവരം. സോ ദാറ്റ് ഈസ് ദ മലബാർ ഗോൾഡ്. ദാറ്റ്സ് ഹൗ ദേ സ്കെയിൽ അപ്പ്. ഹി ലെഫ്റ്റ്. മൂപ്പര് കെട്ടിപ്പിടിച്ചിട്ടില്ല, മൂപ്പര് ഡെലിഗേറ്റ് ചെയ്തു, ഡിഫറൻഷിയേറ്റ് ചെയ്തു. മലബാർ ഗോൾഡ് ഒരു പാർട്ട്ണർഷിപ്പ്. ആ നാട്ടിലെ ആളുകളെ കൂട്ടമായി സമയമായി ചേർത്തുകൊണ്ട് അതിന് സിസ്റ്റം ഉണ്ടാക്കി, അതിന് സ്ട്രക്ചർ ഉണ്ടാക്കി, അതിന് ഓർഗനൈസേഷൻ കൾച്ചർ ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹം ഹി മേഡ് ഇറ്റ് സോ ബിഗ്. ഇറ്റ്സ് എ ബിഗ് ബ്രാൻഡ് നൗ. ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന വലിയൊരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് മലബാർ ഗോൾഡ്. നെക്സ്റ്റ് ഇസ് തെയ്യമ്പാട്ടിൽ ടയേഴ്സ്. ഞാൻ വെറുതെ ടയറിന്റെ അലൈൻമെന്റ് മാറ്റാൻ വേണ്ടി പോയപ്പോൾ അവരോട് ചോദിച്ചു എത്ര ബ്രാഞ്ചസ് ആയി? 9 ബ്രാഞ്ചസ് ഉണ്ട് തെയ്യമ്പാട്ടിൽ ടയേഴ്സ്. ആരാണിത് ചെയ്യുന്നത്? അല്ല, ഞങ്ങൾ മുതലാളി ഇവിടെ വരാറ് പോലും ഇല്ല. അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് 9 ബ്രാഞ്ചസ് കഴിഞ്ഞ് അടുത്തൊരു 9 ബ്രാഞ്ച് കൂടി പുതിയത് തുറക്കും എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ലെറ്റ്സ് ഗോ ടു എ ഗ്ലോബൽ ബ്രാൻഡ് മെക്ഡൊണാൾഡ്സ്. മെക്ഡൊണാൾഡ്സിന് കയറി ഭക്ഷണം കഴിച്ച് എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈ നോക്കോ? മാക്കി. യെസ്, ഐ എം ലവിങ് ഇറ്റ്. മെക്ഡൊണാൾഡ്സ് എന്ന് പറയുന്നത് എത്ര ഔട്ട്ലെറ്റ് ഉണ്ട് മെക്ഡൊണാൾഡ്സിന് ത്രൂ ഔട്ട് ദ വേൾഡ്? 36,000 ഔട്ട്ലെറ്റ്സ് ആണ് മെക്ഡൊണാൾഡ്സിന് ഉള്ളത്. 36,000 outlets for McDonald's. അവർ കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ സംഗതി നടക്കുമോ? 36,000 outlets throughout the world, the fastest growing food chain. Even Subway, അതിന് തൊട്ട് കാണി നമ്മൾ കാണിച്ചിരിക്കുന്ന Subway, they have surprised അല്ലെങ്കിൽ പാസ് ചെയ്ത് കഴിഞ്ഞു മെക്ഡൊണാൾഡ്സിന്. they have 39,000 outlets. മെക്ഡൊണാൾഡ്സിന് ഏറ്റവും വലിയ പ്രത്യേകത 3 യുണീക് വാല്യൂസ് ആയിരുന്നു: ക്ലെൻലിനെസ്, ആംബിയൻസ് ആൻഡ് ക്വിക്ക് സർവീസ്. ഇത് മൂന്നും കൊണ്ട് മെക്ഡൊണാൾഡ്സ് അടിച്ച് കയറി നിൽക്കുമ്പോൾ സബ്വേ അതിനെ ബാക്ക് നിന്ന് ഓവർടേക്ക് ചെയ്തു. certain other values they made it, they taught us. അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ they made food healthy conscious ആക്കി ആളുകളെ. healthy conscious ആക്കി. അതിൽ ഫാറ്റി ലിപ്പിഡ് കണ്ടന്റ്, ട്രൈഗ്ലിസറൈഡിൻ, ഇങ്ങനത്തെ പോലത്തെ ചില എലമെന്റ്സ് ആഡ് ചെയ്തുകൊണ്ട് they made it big and it's 39,000 and number 1 is Subway right now. ഇനി നെക്സ്റ്റ്. ഇത്ര മതി. നമുക്ക് തോന്നാനുള്ള, പലപ്പോഴും നമുക്ക് തോന്നുന്ന സംഭവം ഇത്ര മതി, മടുത്ത്.
നിന്നെ കൊണ്ട് വയ്യ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇത്ര മതി, that's ക്ലോസ്ഡ്. നിങ്ങളുടെ ബിസിനസ് അവസാനിച്ചു, ഇത്ര മതി. ആ ഒരു തോന്നൽ എന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിയോ, ബെറ്റർ യു സെൽ ഓഫ് ദാറ്റ് ബിസിനസ്, ഗെറ്റ് ബാക്ക് ഹോം, സിറ്റ് ആൻഡ് വാച്ച് TV. അല്ലാതെ ബിസിനസ് പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റൂല എന്നോ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഈ ഒരു ആഗ്രഹം ഇത്ര മതി എന്ന് തോന്നിയാൽ അതോടുകൂടി ആ അവസ്ഥാനം കഴിഞ്ഞു. നാടൻ ബ്രാൻഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇംപെക്സ്, നമ്മുടെ മഞ്ചേരിയിൽ എൻ്റെ ഓഫീസിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇംപെക്സ്. മഞ്ചേരിക്കാർ പറയുമ്പോൾ നമ്മളെ ന്യൂവേസിൻ്റെ ചൈനയിൽ നിന്ന് കൊടുക്കുന്ന സാധനത്തിൻ്റെ അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടെ എല്ലാ ഐഫോൺ മുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് ചൈന അല്ലേ, ചൈന ആണോ അല്ലേ മഞ്ചേരിക്കാർക്കത്. പക്ഷേ ദിസ് ഇസ് എ ഗ്ലോബൽ ബ്രാൻഡ് റൈറ്റ് നൗ. 2006 തുടങ്ങി 2009 അവർ പിന്നെ ഓൺ സൈറ്റ് സർവീസ് ചെയ്ത് 2012 GCC കൺട്രീസിലേക്ക് കടന്നു. ഇന്ന് 190 പ്രൊഡക്ട്സിലെ ഒരു വലിയ ബ്രാൻഡാണ് ഇംപാക്സ്. ആണോ അല്ലേ? ഗിവ് ദ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ഇംപാക്സ്. നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായിരുന്ന വലിയൊരു ഗ്ലോബൽ ബ്രാൻഡാണ് ഇംപാക്സ്. പോപ്പീസ്, ഷാജു, കുട്ടികളുടെ ഉടുപ്പ്, അതിന് വ്യത്യസ്തമായ മാനങ്ങൾ നൽകി ഫസ്റ്റ് കേരളത്തിലെ അവർ കിഡ് മാഗസിൻ, അവർ കിഡ്സ് എന്ന് പറഞ്ഞ മാഗസിൻ ഇറക്കി. പോമീസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കി. ജൂനിയർ കിഡ്സ് എന്ന് പറഞ്ഞ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കുട്ടികളുടെ ഉടുപ്പിന്റെ ജൂനിയർ കുട്ടികളുടെ ഉടുപ്പിന്റെ ബ്രാൻഡായി പോപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാജു. അത് എവിടുന്ന? നമ്മുടെ നാട്ടിലെ തിരുവാലിയിൽ നിന്ന്. ആ മരത്തിൻ്റെ ഒട്ട് കണ്ടുകൊണ്ട് ഒരു ബിൽഡിംഗ് പോപ്പീസ് എഴുതിയിട്ടില്ല. അവിടുന്നാണ് കേരളത്തിൽ ഏറ്റവും വലിയ ബ്രാൻഡ് ഉണ്ടാക്കി. ഇന്ന് ലുലുവിൽ എവിടെ പോയി കഴിഞ്ഞാൽ പോപ്പീസ് ഇസ് അവൈലബിൾ. ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ഷാജു ടു. Then let's go to the global brand Coca-Cola. Coca-Cola, more than 200 countries in the world. 200 രാജ്യങ്ങളുടെ മുകളിൽ 7 ലക്ഷം എംപ്ലോയീസ്, 35,000 products, 35,000 വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്, 7 ലക്ഷം എംപ്ലോയീസ് ഉണ്ട്, 200ലേറെ രാജ്യങ്ങളുണ്ട്. കൊക്കക്കോല അല്ലാത്ത 3 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ ഏതാന്ന് പറയാൻ പറ്റും? ഒന്ന് ക്യൂബ, ഒന്ന് മ്യാൻമാർ ആൻഡ് നോർത്ത് കൊറിയ. 3 countries you don't have Coca-Cola, but almost every country you have Coke. കോക്കിന്റെ ആൾ വിചാരിക്കും ഇത്ര മതി, മടുത്ത്, എന്നെ കൊണ്ട് വയ്യ. ഒരു 10 ആയപ്പോൾ തന്നെ നമ്മൾ 2 ബ്രാഞ്ച് ഉണ്ടായി എന്താ പറയാ, എന്നെ കൊണ്ട് കഴിയൂലട്ടോ, മതി ഇട്ടോ. അയാൾ 200 രാജ്യത്താണ് മക്കളെ കൊക്കക്കോല വിൽക്കുന്നത്. What do you think that? ഇത്ര മതി എന്ന് വിചാരിച്ച് നടക്കുമല്ലേ? നമ്മൾ തിങ്കിങ് പാറ്റേൺ മാറണ്ടേ? വേണോ വേണ്ടേ? പറയ്, വേണോ വേണ്ടേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. നമുക്കൊക്കെ അറിയാം, നമുക്കൊരു ഫീലിംഗ് ഉണ്ടെന്ന് പറയാം, എല്ലാം നമുക്ക് അറിയാമെന്നില്ലേ. നമ്മുടെ നാട്ടിൽ സ്ഥിരം ഫീലിംഗാ. ആർക്കിടെക്റ്റിനെ വെക്കണമെന്ന് ചോദിച്ചാൽ മൂപ്പര റിങ്ക് അറിയാം എന്താ കാട്ടേണ്ടതെന്ന്. ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കണം, അതിന് ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ് വേണം, പ്ലംബിംഗ് കൺസൾട്ടന്റ് വേണം, ആർക്കിടെക്റ്റിന് വേണം, ലാൻഡ്സ്കേപ്പ് കൺസൾട്ടന്റ് വേണം. ഇതൊന്നും ആരും വെക്കൂല. എന്നിട്ട് പറയും ഇതൊക്കെ നമുക്കറിയാം. നമ്മളവിടെ ഉണ്ട് ഗൾഫിൽ നിന്ന് 10-25 വർഷം വീട് പ്ലംബിങ് ചെയ്ത് അജ്മലുണ്ട്, ഓനെ ഇങ്ങോട്ട് വിളിക്കുക. പ്ലംബിങ് ചെയ്യാൻ നമ്മൾ അദ്രൈമാനുണ്ടോ, അദ്രൈമാൻ ഇങ്ങോട്ട് വിളിക്കുക. പിന്നെ നമ്മൾ മുസാഖാന്റെ മോൻ എഞ്ചിനീയർ, ഓനെയും വിളിക്കുക. എന്നിട്ട് മൂപ്പർ ഇങ്ങനെ കൊട്ടിക്കുഴച്ച് ഒക്കെപ്പാടെ ചെയ്ത് കണ്ട് അവസാനം മുകളിലത്തെ ബാത്റൂമിൽ വെള്ളം വരുന്നില്ല. മുകളിലത്തെ ബാത്റൂമിൽ പോകുമ്പോൾ അവിടെ വെള്ളം വരില്ല. എന്നിട്ട് ഇത് കുത്തിപ്പൊളിച്ച് താഴ്ന്ന മുകളിലേക്ക് ആക്കി അവസാനം 5-10 ലക്ഷം റുപ്യ ചെലവാക്കി. ആകെ കൺസൾട്ടന്റിന് കൊടുക്കേണ്ട, എഞ്ചിനീയർക്ക് കൊടുക്കേണ്ട 2 ലക്ഷം, 3 ലക്ഷം, 1 ലക്ഷം രൂപയായിരിക്കും. ആണോ അല്ലേ? ഇതില് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ബിൽഡേഴ്സ്. ഞാൻ ഹൈലൈറ്റ് ബിൽഡേഴ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതിൻ്റെ 3D ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് 2003 ഇൻസെപ്ഷൻ ചെയ്തു. 2007 ഒരു കമ്പനി ഓർഗനൈസ് കമ്മിറ്റിയായി ഫോം ചെയ്തു. സുലൈമാൻ, രഷീദ എന്ന് പറഞ്ഞ അവരുടെ വൈഫ്, പിന്നെ മെഹബൂബ് ക, ഈ 3 പേര് ചേർന്നൊരു കമ്പനിയാണ് ഹൈലൈറ്റ്. ഇവർ തുടങ്ങി വെച്ച കമ്പനിയാണ്. പണ്ട് ഞാൻ 3D എലിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ്, ഞാനായിരുന്നു വെബ്സൈറ്റ് ചെയ്തത് 2007 കാലഘട്ടത്തിൽ. വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടുന്ന കാലഘട്ടത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഓഫീസിൽ കയറി ചിരിക്കുന്ന ഒരു പെണ്ണ്. നമുക്ക് തന്നെ ചെല്ലുമ്പോൾ ഒരു സന്തോഷം, ഇടക്കിടക്ക് ചെല്ലാൻ തോന്നും. ഫ്രണ്ടിൽ നല്ല ലിപ്സ്റ്റിക്കൊക്കെ നല്ല ഉഷാറായിട്ട് ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടാവും. അവൾ ഇടക്കിടക്ക് വിളിച്ചു, സാർ സുഖമല്ലേ, അങ്ങനെയല്ലേ. അവിടെ തന്നെ ഒരു പെണ്ണ്. അത് കഴിഞ്ഞാൽ ഒരു ലോബി. അത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിഫറെന്റ് സെക്ടേഴ്സായി തിരിച്ചുകൊണ്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് ഹൈലൈറ്റ് അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തു. നമുക്കൊക്കെ അറിയാം എന്ന് സുലൈമാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വേർ ഹൈലൈറ്റ് സ്റ്റാൻഡ്സ് റൈറ്റ് നൗ. ഈ 2000 കോടിയുടെ പ്രൊജക്ട്, 14 ലക്ഷം ഓഫ് മാൾ സ്പേസ്, 10 ലക്ഷം ഓഫീസ് സ്പേസ്, 2000 സർവീസ് അപ്പാർട്ട്മെന്റ്സ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? കോഴിക്കോടിനെ മാറ്റിമറിച്ചില്ല ഹൈലൈറ്റ്. ആണോ അല്ലേ? മറിച്ചോ ഇല്ലേ? യെസ്, ഒരു ഉറപ്പോട് പറയണോ? യെസ്, കോഴിക്കോടിനെ ഹൈലൈറ്റ് മാറ്റിമറിച്ചു.
Why? Because he never thought, okay, എനിക്ക് അറിയാമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. He always segregated it and give it to the right people at the right time, at the right place. That's it. Shobha developers, no doubt. 1994 വന്നു, 84 പ്രോജക്ട്സ് അവർ കംപ്ലീറ്റ് ചെയ്തു, 42 പ്രോജക്ട്സ് ഓൺ ഗോയിങ് ആണ്, 4 പ്രോജക്ട്സ് അപ്കമിങ് ആണ്. Beauty meets quality എന്ന് പറഞ്ഞ construction meets quality. That's Shobha developers. Let's look at the global brand Samsung. 1938 സ്റ്റാർട്ട് ചെയ്തു. 1938 സാംസങ് ലീ എന്ന് പറഞ്ഞ ആൾക്കാർ കൊറിയയിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനി. They were into insurance and marine and all those kind of things. Later on, 1970 സാനിയുമായി ചേർന്നുകൊണ്ട് they came up with something called, എന്താ നമുക്കെല്ലാവരും ഉറ്റുനോക്കിയിരുന്ന സംഭവം ഉണ്ടായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV. അതിന്റെ മുകളിൽ നിന്ന് അവരിങ്ങോട്ട് ഗ്രോ ചെയ്ത് എവ്രി വൺ സിറ്റിംഗ്. ഇതിൽ 1000 പേര് ഇരിക്കണമെങ്കിൽ 780 ആളുകളുടെ കയ്യിലും സാംസങ്ങിന്റെ മൊബൈലായിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും സാംസങ്ങിന്റെ മൊബൈൽ മാത്രമേ ഉള്ളൂ. സാംസങ് ഈസ് ഇൻടു ഫാഷൻ, സാംസങ് ഈസ് ഇൻടു പെട്രോകെമിക്കൽ, സാംസങ് ഇൻടു കൺസ്ട്രക്ട്, different area, different portfolios. That's Samsung. BMW നെ കുറിച്ച് പറയേണ്ട, that's one of the top brands in the world. നമ്മൾ തന്നെ വലുത്. പിന്നെ ഒരു തോന്നലുണ്ട് നമ്മുടെ നാട്ടുകാർക്കൊക്കെ, ഇല്ലേ പറയാലോ, നമ്മൾ എന്നാ വലുത്, കുറെ പാരമ്പര്യം. എൻ്റെ വല്യാപ്പ അങ്ങനെയായിരുന്നു, എൻ്റെ വാപ്പാൻ്റെ അങ്ങനെയായിരുന്നു. ഇവിടെ ഗ്ലാസും കച്ചവടം തുടങ്ങിയ നമ്മളാണ്, നാസർക്കൻ്റെ. അല്ല, എന്ത് നടന്നാലും നമുക്ക് തന്നെ കിട്ടും കച്ചവടം എന്നൊരു തോന്നല്. ഗ്ലാസും കച്ചവടം തുടങ്ങി എൻ്റെ വല്യാപ്പ തുടങ്ങിയാണ്, നമുക്ക് ഭയങ്കര പാരമ്പര്യമുണ്ട്. ഇവിടെ പ്ലൈവുഡ് തുടങ്ങിയത് നമ്മളാണ്. നമ്മൾ തന്നെ വലുത് എന്നുള്ളൊരു വലിയൊരു തോന്നല് നാട്ടുകാരാണ് നമ്മൾ. ആണോ അല്ലേ? നമ്മളാർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല, നമ്മൾ തന്നെ വലുത്. നോക്കി നിങ്ങൾ ജോയ് ആലുക്കാസ് വന്ന സമയത്ത് ജ്വല്ലറിയിൽ ഒരു കുത്ത ഗ്രൂപ്പായിരുന്നു ജോയ് ആലുക്കാസ്. അവരെന്നെ വലുത് എന്ന് വെച്ചാൽ ജോയ് ആലുക്കാസ് ഇരുന്നിട്ടില്ല. They kept on innovating, they kept on changing, they kept on moving different പോർട്ട്ഫോളിയോസിലേക്ക് കയറി. ആണോ അല്ലേ? മലബാർ ഗോൾഡ് തുഴച്ച് വളരുമ്പോൾ അതേ ലെവലിൽ ഇപ്പുറത്ത് ജോയ് ആലുക്കാസിന് വളരാൻ പറ്റി. ആണോ അല്ലേ? അവർ സെഗ്മെന്റ് ചെയ്തു, എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിലേക്ക്, മീൻസ് ലൈക്ക് ലക്ഷറി എയർക്രാഫ്റ്റ് ബിസിനസ്സിലേക്ക് വന്നു, മോൾസിലേക്ക് വന്നു, ഫാഷൻ ഇൻഡസ്ട്രീസിലേക്ക് വന്നു, ഡ്രസ്സിലേക്ക് വന്നു. ദേ ഓൾസോ എക്സ്പാൻഡഡ് ദെയർ പോർട്ട്ഫോളിയോ. ആണോ അല്ലേ? കോഴിക്കോടിലെ സിൽക്കി, എത്ര ആളുകൾക്ക് അറിയാം കോഴിക്കോടിലെ സിൽക്കി? അറിയില്ലേ? എത്ര ടെക്സ്റ്റൈൽ ഷോപ്പ് നമ്മുടെ നാട്ടിൽ പൂട്ടിപ്പോയി. എന്നിട്ട് സിൽക്കി എന്തേ പൂട്ടാഞ്ഞത്? അവർക്ക് തോന്നിയില്ല നമ്മളാണ് വലുത്, നമ്മൾ വലിയ കച്ചവടക്കാരാണ്. എനിക്കറിയാം, ഈ മലപ്പുറം ജില്ലയിലെ എടവണ്ണ, മഞ്ചേരി പല സ്ഥലങ്ങളിലും ചാക്കിൽ പൈസ കെട്ടിക്കൊണ്ടിരുന്ന കുറേ തുണി ഷോപ്പുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ഞങ്ങൾ വാപ്പാരും ഉമ്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ വീടിന്ന് പൂട്ടി കിടക്കുന്നുണ്ട്, അവിടെ ചാക്കിലായിരുന്നു പൈസ വൈകുന്നേരം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആ ഷോപ്പുകളൊക്കെ ഇന്ന് പൂട്ടിക്കിടന്നു. വൈ? ബിക്കോസ് അവർക്കൊക്കെ ഒരു തോന്നലുണ്ടായി നമ്മൾ തന്നെയാണ് വലുത്. നമ്മളല്ല, നാട്ടുകാരാണ് വലുത്. അവർ തീരുമാനിക്കും, നല്ല സാധനം കൊടുത്താൽ അവർ തീരുമാനിക്കും നമ്മുടെ അടുത്ത് നിന്നാണ് പോകേണ്ടത്, വാങ്ങേണ്ടതെന്നുണ്ട്. That's why, because Silky is still existing. Let's go to the global brand Toyota. Kept on innovating. ഇന്ന് ഒരു എറ്റിയോസിന്റെ കാർ സർവീസിന് കൊണ്ടുപോയി കൊടുത്താൽ 1400 രൂപയാണ് ചാർജ് ചെയ്യുക. നമ്മൾ മൊബൈൽ സർവീസിന് കൊടുത്താൽ ഓൻ വാങ്ങും 1500 രൂപ. ആണോ അല്ലേ? സത്യല്ലേ? മൊബൈൽ കൊണ്ടുപോയി അതിന്റെ ഐസിന്റെ ഫിലമെന്റിന്റെ ഗ്ലാസിന്റെ അപ്പുറത്ത് മറ്റേ സാധനം പോയിട്ട് പറഞ്ഞിട്ട് ഓൻ വാങ്ങും 1500 രൂപ. ടൊയോട്ട കൊണ്ടുപോയി കൊടുത്താൽ 1400 രൂപയ്ക്ക് സർവീസ് കഴിഞ്ഞ് കിട്ടും. ആണോ അല്ലേ? അതുകൊണ്ട് ടൊയോട്ട ഇസ് എ നമ്പർ 1 ഗ്ലോബൽ ബ്രാൻഡ് സ്റ്റിൽ. ഇന്നും ടൊയോട്ടയാണ് ഗ്ലോബൽ ബ്രാൻഡ് നമ്പർ 1, സർപ്രൈസിങ് എവ്രിവൺ. ഐഫോണിനെ കുറിച്ച് പറയേണ്ട അറിയാം. ദാറ്റ്സ് ഇന്നോവേഷൻ, കെപ്റ്റ് ഓൺ ചേഞ്ചിങ്. 1985 I mean 85 when Steve Jobs left the business, it went on like താഴത്തേക്ക് കൂപ്പ് കുത്തി. Then he came into 1995. 1997 he took us a CEO post, then had a tremendous change. Macintosh, iPad, അങ്ങനെ innovations, iMac, iPad 1, 2, 3, 4, kept on innovating, and that's just been a global brand. They never thought നമ്മൾ തന്നെയാണ് സംഭവം എന്ന് വിചാരിച്ചു നിന്നിട്ടില്ല. ആരും അങ്ങനെ വിചാരിച്ചിരിക്കണ്ട. തറവാടും പാരമ്പര്യവും സ്വത്തും ഇതൊന്നും നിലക്കൂല. അഹങ്കാരം കയറി കഴിഞ്ഞാൽ കഴിഞ്ഞു. That's it. നമ്മളെ എത്ര കണ്ടതാ? നമുക്കൊരു തോന്നലുണ്ട് നമ്മൾ എത്ര കണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ പറയും, ഒരു മധുരിമ ബേക്കറി ഉണ്ടായിരുന്നു MES സ്കൂളിൻ്റെ അടുത്ത്. ഫൈസൽക്കാരനൊരു എക്സാമ്പിളാണ്. മധുരിമ ബേക്കറിയിൽ ഭയങ്കര ജ്യൂസ് കച്ചവടം പരിപാടിയൊക്കെ നടക്കും. അങ്ങനെ മധുരിമ ബേക്കറിയിൽ അപ്പുറത്ത് ഒരു പുതിയ ബേക്കറി വന്ന് ടൈൽസ് ഇടുന്നു, ഇരിക്കാൻ സ്ഥലം ഉണ്ടാക്കുന്നു, മേശ ഇടുന്നു, കസേല ഇടുന്നു. കാരണം മോൻ്റെ കായ് പോയത് തന്നെ. എന്താ പോലെ കഥ, അതൊക്കെ നമ്മൾ എത്ര കണ്ടത്, എത്ര നമ്മുടെ വന്ന് പൂട്ടിപ്പോയി. ആ വന്നത് ആരെയെന്നറിയോ? കെയർ ബേക്കറിൻ്റെ കെയർ ബാലറ്റിട്ടൊരു ഔട്ട്ലെറ്റ് ആയിരുന്നു. എന്ത് സംഭവിച്ചു? മധുരിമ ബേക്കറിൻ്റെ മൂസാക്ക ഒരു കൊല്ലം കൊണ്ട് പൂട്ടിപ്പോയി. കെയർ ബേക്കറി അങ്ങനെ അങ്ങോട്ട്
വലുതായി. അത് നമ്മൾ എത്ര കണ്ടതാന്നുള്ള ഫീലിങ്ങോട് കൂടി നമ്മളൊരു ഏറ്റവും വലിയ മിത്താണത്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ എന്നുള്ളൊരു തോന്നലോട് കൂടി ഇരിക്കുന്ന നമ്മളെ ബേസിക്കലി നമ്മൾ മലബാറിലുള്ള വല്ല ഓണ്ടർപ്രണേഴ്സിൻ്റെ ഉള്ളിലുള്ള തോന്നല. പുറത്തൊന്നും പറയില്ലെങ്കിലും ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ, ഓൻ പൂട്ടി പോയിക്കോളും, ഓനൊന്നും കഴിച്ചില്ലാവില്ല. റീസെന്റ് എക്സാമ്പിൾസ് ആണ്. മഞ്ചേരി വന്ന ബജറ്റ് സൂപ്പർ മാർക്കറ്റ് എംലോഞ്ച് ഷോപ്പ്. ഷുഹൈബ് നമ്മുടെ ഫ്രണ്ട് ആയിരുന്നു. എംലോഞ്ച് എന്ന് പറഞ്ഞ ഷോപ്പ് അവർ നെതർലാൻഡിൽ നിന്ന് 2-3 ലക്ഷം രൂപ സുഖമായിട്ട് മാസം മാറ്റിവെക്കാൻ പറ്റുന്ന ഷോപ്പായിരുന്നു. അവനത് മാറ്റിയിട്ട് സ്വന്തമായിട്ട് ഒരു എംലോഞ്ച് ഒരു പുതിയ ഷോപ്പ് എല്ലാവരും എതിർത്തു. ബട്ട് നൗ ഇറ്റ്സ് വൺ ഓഫ് ദ ലീഡിംഗ് ബ്രാൻഡ്സ്. വൈ? ബിക്കോസ് നമ്മൾ എത്ര വലുതാണ്. പഴയ കച്ചവടക്കാരൻ 1960-50 വാപ്പ ചെരുപ്പ് കച്ചവടം തുടങ്ങിയ ആ ചെരുപ്പ് കച്ചവടം കൊണ്ട് ഇന്നും ചെയ്തിരിക്കണം എന്ന് വിചാരിക്കാൻ മാറി ചിന്തിച്ചു. നേരെ അപ്പുറത്തെ ഹൈപ്പർ ബജറ്റ് സൂപ്പർ മാർക്കറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. മഞ്ചേരി ഏറ്റവും കൂടുതൽ ആളുകൾ കയറുന്നതും വരുന്നതും കസ്റ്റമേഴ്സ് ഇല്ല. ഷട്ടർ താത്തി വരെ പോകേണ്ട അവസ്ഥയിൽ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ്, ബജറ്റ് സൂപ്പർ മാർക്കറ്റ്. എത്ര സൂപ്പർ മാർക്കറ്റ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും എന്തുകൊണ്ട് നല്ല പാർക്കിംഗ് ഇല്ല, നല്ല സൗകര്യം, നല്ല ഏരിയ ഇല്ല, സ്ഥലത്തേക്ക് പോയില്ല. അവരോട് ആരെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും മഞ്ചേരി ഒന്നും നടക്കൂല, മഞ്ചേരി ആൾക്കാരുടെ അടുത്ത് കായില്ല, ഓരോ പറ്റി കോഴിക്കോട് നിന്ന് വാങ്ങും. ആണോ അല്ലേ? ഞാൻ പറഞ്ഞ ശരിയാണോ? പക്ഷെ ചെയ്തു വരുമ്പോൾ നമുക്ക് തോന്നാം അത് കൊള്ളാലോട്ടോ, ഓന് കച്ചവടം ഉണ്ടായിക്കണം. അപ്പം പൊളിക്കും, അപ്പം എടുക്കും, അഡ്വാൻസ് കൊടുക്കും, അടുത്ത ബിൽഡിംഗ് ഈ ബിൽഡിംഗ് എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് പുതിയതുണ്ടാക്കും. അങ്ങനെ നമ്മുടെ നാട്ടിൽ കുഴിമന്തി എഫക്റ്റാ. ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആണല്ലേ, എത്ര കുഴിമന്തി പൂട്ടി. ഒരു കുഴിമന്തി ഇവിടെ തുറന്നാൽ അപ്പുറത്ത് കുഴിമന്തി, അപ്പുറത്ത് തുടങ്ങി അതിൻ്റെ അപ്പുറത്ത് കുഴിമന്തി. ആർക്കെങ്കിലും എന്തെങ്കിലും മെച്ചം കണ്ട അത് അങ്ങോട്ട് തുടങ്ങുക. ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് മഞ്ചേരി നോക്കി അടുത്തൊരു കൊല്ലത്തിനുള്ള 3 സൂപ്പർ മാർക്കറ്റ് വരും. അപ്പുറത്ത് നോക്കിയാൽ നിവിൽക്കുണ്ടാവും ഇങ്ങനെ ഇരിക്കണേ. ഓൽക്കോ കച്ചവടമല്ലേ, നമുക്കും ഇല്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. ഫേസ്ബുക്ക് 1995 സ്റ്റാർട്ട്. 1995 തുടങ്ങി കഴിഞ്ഞിട്ട് ഹാർവാർഡിലൊരു ബിസിനസ് സ്കൂളിൽ തുടങ്ങി. അവർ കോളേജിന് വേണ്ടി ഉണ്ടാക്കി. അതൊരു ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ, പിന്നെ IVF ലീഗിൽ എല്ലാ കോളേജസിനും കൊടുത്തു. പിന്നെ ഹൈസ്കൂളിലേക്ക് വന്ന് അവിടെ നിന്ന് ഉണ്ടായി വന്നൊരു സോഷ്യൽ നെറ്റ്വർക്കിംഗ്, മാർക്ക് സുക്കർബർഗ് ഉണ്ടാക്കിയ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ്. അന്ന് നമുക്ക് ഓർമ്മയുണ്ട് ഓർക്കൂട്ട്. നമ്മൾ കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓട്ടി പോകും കഫേയിൽ. ഓർക്കൂട്ടിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചിക്കണോ നോക്കാം, എന്നിട്ട് പോയിട്ട് ഇരുന്നിട്ട് ഹായ് ചാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ. അപ്പോൾ ഓർക്കൂട്ട് തന്നെ സംഭവം എന്ന് വിചാരിച്ച് നമ്മളൊക്കെ ഇരുന്ന്. പക്ഷേ within they didn't change, they didn't bring any innovations. It was a part of the Google എന്ന് പറഞ്ഞ ഏറ്റവും വലിയ നമ്മളെല്ലാവരും സെർച്ച് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഗൂഗിളിന്റെ ഭാഗമായിരുന്നു ഓർക്കൂട്ട്. ആ ഓർക്കൂട്ടിന്റെ ഫേസ്ബുക്ക് ഷട്ടർ ഡീപ്പിച്ച് പൂട്ടി താക്കോലും കൊടുത്ത് വിട്ടുകണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നമ്മളിതൊക്കെ എത്ര കണ്ടുക എന്ന് പറഞ്ഞാൽ യാതൊരുവിധ അർത്ഥവും ഇല്ല. ഫേസ്ബുക്ക് ആരെ പൂട്ടിച്ചു? ഓർക്കൂട്ടിനെ പൂട്ടിച്ചു. ആണോ അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? Then move on to Harley, more than 100 years. 1908 തുടങ്ങി 100-110 വർഷങ്ങളിൽ ബൈക്ക് മാഗസിൻ അമേരിക്കയിൽ ഉണ്ടാക്കി, അമേരിക്കൻ ആർമിക്ക് വേണ്ടി ഉണ്ടാക്കി, അമേരിക്കൻ ആർമിയിൽ മൂവ് ചെയ്ത് ഇന്ന് നമ്മളെ നാട്ടിൽ എത്ര ഹാർലി ഡേവിഡ്സൺ നിങ്ങൾക്ക് കാണാൻ കഴിയും? ബുള്ളറ്റ് 2.5 ലക്ഷം 3 ലക്ഷം രൂപയ്ക്ക് വാങ്ങുമ്പോൾ 10 ലക്ഷത്തിന് ഇറക്കിയ ഹാളി ഇന്ന് 5.5 ലക്ഷം 6 ലക്ഷം രൂപയ്ക്ക് ചെറിയ സൂപ്പർ ലോ മോഡൽ ഇറക്കിക്കൊണ്ട് ദേ ആർ കോമ്പീറ്റിംഗ് ഇൻ ദ മാർക്കറ്റ്. ആണോ അല്ലേ? നമ്മളൊക്കെ ഇതൊക്കെ എത്ര കണ്ടതാ. ബുള്ളറ്റ് വില കുറച്ച് നല്ല ബുള്ളറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഹാളി 110 വർഷം പാരമ്പര്യം നമ്മളോട് അവർ കളിക്കാൻ വിചാരിച്ചിട്ട് ആളി നിന്നിട്ടില്ല. അതിനവർ മോഡിഫൈ ചെയ്തു, അതിനനുസരിച്ച് അവർ ആണോ അല്ലേ? അമർ റൈറ്റ്? ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് പറഞ്ഞ് ചിരിക്കാൻ തോന്നി ചിരിക്കുക, കൈയടിക്കാൻ തോന്നി കടിക്കുക. ഓക്കെ, കാലത്തിനനുസരിച്ച് കോലം കെട്ടുക. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലത്തിനനുസരിച്ച് കോലം കെട്ടാൻ തയ്യാറല്ല എന്നുള്ളതാണ്. കോലം ചിലപ്പോൾ ഡ്രസ്സിലും ലുക്കിലും വണ്ടിയിലും കാര്യങ്ങളിലും മാറും, പക്ഷെ ബിസിനസിന്റെ ആസ്പെക്ട്സിൽ പലപ്പോഴും നമ്മൾ മാറാൻ തയ്യാറാകുന്നില്ല. ആണോ അല്ലേ? ശരിയാണോ? ടെക്നോളജി വരുമ്പോൾ ടെക്നോളജി വേണ്ട, അതിന് സൂപ്പർവൈസേഴ്സ് വേണ്ട, ബാക്കിയുള്ളവർ വേണ്ട, നമ്മൾ തന്നെ മതി, നമുക്ക് തന്നെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണോ നമ്മൾ? ആണോ അല്ലേ? പറയ്, യെസ് ഓർ നോ? യെസ്, ദാറ്റ്സ് ഇറ്റ്. നാടൻ ബ്രാൻഡ്സ്, കാജ ബീഡി ഓർമ്മ ഉണ്ടോ? ബീഡി എത്ര ആളിൽ ബീഡി കളിച്ചു? നമുക്ക് കിട്ടിയിട്ടില്ല. ബീഡി കളിച്ച ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. കാജ ബീഡി വൺ ഓഫ് ദി ലാർജസ്റ്റ് ബ്രാൻഡ്. 1935 സ്റ്റാർട്ട് ചെയ്ത് 35,000 എംപ്ലോയീസ് ഉണ്ടായിരുന്ന കാജ ഗ്രൂപ്പ്. രാജ എന്നാണ് മെയിൻ ഗ്രൂപ്പിന്റെ പേര്. കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കാജ ബീഡി എന്ന് പറഞ്ഞത് 35,000 എംപ്ലോയീസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എംപ്ലോയീസിലെ കാജ ബീഡി പൂട്ടിപ്പോവുക എന്ന് നമ്മൾ വിചാരിച്ച സമയത്ത് ഇന്ന് അവർ ഡൈവേഴ്സിഫൈഡ് ഇൻ ഓൾ സെക്ടേഴ്സ്. ഓട്ടോമൊബൈൽ, ടൂറിസം, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗ്രൂപ്പ്. അവരതുകൊണ്ട് നിന്നുപോയോ? കാലത്തിനനുസരിച്ച് കോലം കിട്ടിയ ഗ്രൂപ്പാണ് കാജ ഗ്രൂപ്പ്. സൂപ്പർനോവ നമ്മുടെ നാട്ടിൽ ലോക്കൽ ബ്രാൻഡാണ്. അവർ പണ്ട് അവർ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ നിന്ന് അതിന് സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആ ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ ഉപയോഗിച്ച് സക്സസ്ഫുൾ ആയ വലിയൊരു ഗ്രൂപ്പാണ് സൂപ്പർനോവ. ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ സൂപ്പർനോവ. ഇപ്പോൾ
പിന്നെ മാരുതിയുടെ കാര്യം നമുക്കറിയാം. 1985 വന്നു. അതുപോലെ തന്നെ അംബാസഡർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഗവൺമെന്റുമായിട്ട് പാർട്ട്ണർഷിപ്പായിട്ട് വന്നു. എവ്രി നവർ അംബാസഡറിന്റെ പൊട്ടി നോക്കിയാൽ കിട്ടുമോ? നമുക്ക് പണ്ട് KRK 2860 എന്ന് പറഞ്ഞ അംബാസഡർ കാർ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീട്ടിൽ കുറേ കാലം കടന്നു വിറ്റു. ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഇവിടെ ലോട്ടറി വിൽക്കുന്നുണ്ട്. ആണോ അല്ലേ? അതാണ് അംബാസഡർ കാലം. എന്നാൽ മാരുതി കെപ്റ്റ് ഓൺ ചേഞ്ചിങ്, കെപ്റ്റ് ഓൺ ഇന്നോവേറ്റിംഗ്. പുതിയ ഇപ്പം നെക്സ എന്ന് പറഞ്ഞ മോഡൽ ഇറക്കി, അതിൽ ബലേനോ, എസ്ക്രോസ് എന്ന പുതിയ വണ്ടികൾ ഇറക്കി. ദേ ആർ ട്രൈയിങ് ടു ചേഞ്ച് ദ ഹോൾ വേൾഡ്. ദേ കീപ് ഓൺ ചേഞ്ചിങ്. ദാറ്റ്സ് കാലത്തിനനുസരിച്ച് കോലം കെട്ടിയ കമ്പനിയാണ് മാരുതി. ദാറ്റ്സ് വൈ ദേ സ്റ്റിൽ എക്സിസ്റ്റിംഗ്. കാലത്തിനനുസരിച്ച് കോലം കെട്ടുക, അത്രേ ഉള്ളൂ. അത്രക്കൊന്നും കൊടുക്കാൻ പറ്റൂല. ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അത്രക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു 15,000 രൂപ അക്കൗണ്ടിന് ചോദിച്ചു അവനോട് അറിയാം. നമുക്കെന്നെ കമ്പനികളാണ്. സ്കൂളാണെങ്കിലും 15 10 റുപ്യൊക്കെ അതിന് കിട്ടണമെങ്കിൽ പോന്നാൽ മതി. ആണോ അല്ലേ? എങ്ങനെ നമ്മൾ പണിയെടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ലാഭത്തിനൊരു വിഹിതം ഓനും അർഹപ്പെട്ടതാണ്. ആണോ അല്ലേ? അവന് വേണ്ടത് വേണ്ട രീതിയിൽ കൊടുത്താൽ ഓനോട് മര്യാദക്ക് ചിരിച്ചാൽ അങ്ങോട്ട് ചിരിക്കും. ആക്കിയിട്ടുള്ള ചിരിയല്ല, നല്ല നിലക്കില്ല ചിരി. ആക്കിയിട്ട് ചിരിച്ചാൽ അവൻ തിരിച്ചും ആക്കും, ആപ്പിടും. ആണോ അല്ലേ? അപ്പം നാടൻ ബ്രാൻഡ്സ് ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെ കിറ്റക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് 2020 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പഞ്ചായത്ത്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ അത് കൈയടക്കി. ശരിയാണോ? കണ്ടുകണോ? വായിച്ചിക്കണോ? 20 സീറ്റിലെ പഞ്ചായത്തിൽ 18 സീറ്റിൽ എടുത്തിട്ട് കിറ്റക്സ് ഒരു പഞ്ചായത്തിനെ ഭരിച്ചു. എങ്ങനെയാന്ന് മനസ്സിലായോ? അവർ നാട്ടുകാരെ കയ്യിലെടുത്ത് നാട്ടുകാർക്ക് വേണ്ടത് കൊടുത്തു. അത്രക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. അവരൊരു മാർക്കറ്റ് ഉണ്ടാക്കി, ഒരു കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ എല്ലാ ആ പഞ്ചായത്തിൽ ഓരോ അംഗങ്ങൾക്കും 3,000 രൂപയ്ക്ക് കിട്ടുന്ന മുതൽ 1,500 രൂപയ്ക്ക് കിട്ടും. പിന്നെ വേറെ ആർക്കും പോയി വോട്ട് ചെയ്യോ? ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ ഫ്ലെക്സ് വെച്ച് കാര്യം പറയാന്നല്ലാതെ, ഉദ്ഘാടനം ചെയ്ത് പോവാന്നല്ലാതെ കിറ്റക്സിന് ആൾക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. സോ നിങ്ങൾ ജനങ്ങൾക്ക് കൊടുത്താൽ ജനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ ഗ്ലോബൽ ബ്രാൻഡ്സ് ടാറ്റ എല്ലാവർക്കും അറിയാം. ടാറ്റ ഇസ് വണ്ടർഫുൾ ബ്രാൻഡ്. എപ്പോഴും ആളുകൾക്ക് താല്പര്യവും വർക്ക് ചെയ്യാൻ ആഗ്രഹവും എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ബ്രാൻഡാണ് ഗ്ലോബൽ ബ്രാൻഡായിട്ട് ടാറ്റ. വൈ? ബിക്കോസ് ദേ ഓൾവേസ് ട്രീറ്റ് പീപ്പിൾ ഗുഡ്. പീപ്പിൾ നല്ല മനുഷ്യന്മാരെ നല്ല നിലക്ക് ട്രീറ്റ് ചെയ്യണം. സോ ഡു ദാറ്റ്. ഗിവ് ദം ദ ബെസ്റ്റ്, ഗിവ് ദം ദ ബെസ്റ്റ് പേ, ഗിവ് ദം ദ ബെസ്റ്റ് ഫെസിലിറ്റീസ്. യു വിൽ ഗെറ്റ് ദ ബെസ്റ്റ് റിട്ടേൺ ബാക്ക്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്ലൈഡ് which goes to ഓ നമ്മളെ സ്വന്തം ആളാ. whenever we recruit the people we always says ഓ നമ്മളെ സ്വന്തം ആളാ. ആണോ അല്ലേ? കൃത്യമായിട്ട് റിക്രൂട്ട്മെന്റ് പോളിസി ഇല്ല, HR പോളിസി ഇല്ല, ഒന്നുമില്ല. വെറുതെ എടുക്കും. എളാപ്പാൻ്റെ മോനാണ്, മൂത്താപ്പാൻ്റെ മോനാണ്, അറിയണവൻ്റെ മോനാണ്, ബാക്കി. എന്നിട്ട് അവസാനം ഓനെ കൊണ്ടാണ് കൂടും. ഓനെ എടുക്കാനും വയ്യ, ഒഴിവാക്കാനും വയ്യ, ഇടാനും വയ്യ. അവസാനം ഇവനെ കൊണ്ട് കംപ്ലീറ്റ് ആണ് കുട്ടിച്ചോറോ. ആണോ അല്ലേ? കൃത്യമായിട്ടൊരു പോളിസി, സ്ട്രക്ചർ, കൺസൾട്ടന്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ആളെടുക്കുമ്പം. ആണോ അല്ലേ? റിലയൻസ് ഒക്കെ ആദ്യം വെക്കുന്ന HR നമ്മൾക്ക് HR അതിനൊന്നും ആവശ്യമില്ല. അറിയും അത് അങ്ങനെ ആളെന്നെ. നമുക്ക് ആകെ മാർക്കറ്റിങ്ങിന് ആളെ കണക്കൂട്ടാൻ ആൾ വേണം. ഈ 2 സാധനം, മറ്റേ ഡിപ്പാർട്ട്മെന്റേ നമുക്ക് ആവശ്യമില്ല. പാരങ്ങളിൽ പോയിട്ട് എളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ വന്ന് ഭക്ഷണം ചോദിക്കുന്നത്, ഭക്ഷണം വിളമ്പുമ്പോൾ എന്താ കുറച്ച് ലേറ്റ് ആയത്? ഒന്നുമില്ല, എനിക്ക് ഇങ്ങനെ തരാൻ പറ്റുള്ളൂ. ആ മൂത്താപ്പാൻ്റെ മോനായി കഴിഞ്ഞാൽ പാരഗൺ ഹോട്ടൽ ഇന്ന് ഇവിടെ നിലക്കുമോ? ഉണ്ടോ അല്ലേ? പൂട്ടി എന്ന് പോകും ചോദിച്ചാൽ പോരെ? എന്തെങ്കിലും ആരും റിയാക്ട് ചെയ്യാത്ത? ഫൈനൽ നാസക കുഴപ്പമില്ല. ഇവിടെയാണ് നമ്മൾ ഐഡിയ ഫാക്ടറി അല്ലെങ്കിൽ 99 നാസക്കയും ടീമും പൊന്തിയത്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എത്ര പണിയെടുത്തിട്ടും കാര്യമില്ല. നമ്മളെ നാട്ടിലെ മുതലാളിമാരെന്താ പറയുക? എന്ത് ചെയ്തു ടാർഗറ്റ് ചെയ്യും, നല്ല മറിച്ചോ വന്നാലും കുഴപ്പമില്ല. ഓൻ അതോട് കൂടി എൻ്റെ എനർജി തീരും. ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്രസൻറ്റേഷനൊക്കെ ഇവിടെ ചെയ്ത് വന്ന് പറഞ്ഞ് ഞാൻ പോകുന്ന സമയത്ത് കുഴപ്പമില്ല, ഇനി നിങ്ങൾ കൈയടിക്കാതിരുന്ന ഞാൻ അടുത്ത പ്രസൻറ്റേഷന് വരുമോ? ഇല്ലല്ലോ. അല്ല, ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കിട്ടിയാൽ മതി. 99 ഇതിനൊത്തൊരു ഉത്തമ ഉദാഹരണമാണ് 99 എന്ന് പറയുന്ന ഈ ടീം. 14 പേര് സാധാരണക്കാർ, ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ കൊണ്ട് നടന്ന് ഇവർക്കുള്ള ക്ലാസ്സുകൾ കൊടുത്ത് ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോയി ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് പോലെ മോട്ടിവേറ്റ് ചെയ്ത് സന്തോഷ് നായർ സാറെ കൂടെയും സജീവ് സാറെ കൂടെയും അങ്ങനെ കാണുന്ന ആളുകൾ എല്ലായിടത്തും പോയി, IIMൽ പോയി, എല്ലായിടത്തും പോയി. നാസർക്ക എന്ന് പറയുന്ന താജ് ഗ്ലാസ് ഹൗസിൻ്റെ ഒരു ആൾ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് 14 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് ഇത്രയും വലിയൊരു സംഭവമാക്കി മാറ്റി ഇരുന്നിരിക്കുന്ന 1200ഓളം ആളുകൾ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത് ഓൺലി ബിക്കോസ് ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞോണ്ടല്ല. നാസർ ഖാൻ്റെ ഐഡിയ ഫാക്ടറിയിലേക്ക് ഇന്നലെ രാവിലെ കയറി ചെന്നപ്പോൾ ഒരു കയ്യടി, ഇരുന്നപ്പോൾ വീണ്ടും കയ്യടി. പിന്നെ എന്താ ഒരു സജഷൻ കൊടുത്തപ്പോൾ മോട്ടിവേറ്റ് ചെയ്ത് കൊല്ലുക എന്നൊക്കെ പറയില്ല, അതാണ് നാസർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്രിഷിയേറ്റ് പീപ്പിൾ. തോളത്ത് അളാപ്പ, മൂത്താപ്പ, വാപ്പ, മകന് ആരും ആയിക്കോട്ടെ, കുടുംബക്കാരനായിക്കോട്ടെ, ചെയ്ത് കഴിഞ്ഞാൽ അഭിനന്ദിക്കണം, അവനെ തോളത്ത് തട്ടണം. ദി ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ഇസ് 99. നത്തിങ് എൽസ് ഐ വാണ്ട് ടു സേ. താങ്ക്സ്. താങ്ക് യു ഓൾ. താങ്ക് യു.